പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാസസ് ജില്ലയിൽ നിന്ന് സുപ്രധാനമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ പശ്ചിമ ബംഗാളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായി ധാരാളം അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ അതിർത്തിയിൽ കൊള്ളക്കാരുടെ ശല്യം അതിഭീകരമാണ്, പ്രത്യേകിച്ച് പശുക്കടത്തുകാർ. ഈ പശുക്കടത്തുകാരെന്ന് പറയുമ്പോൾ അവിടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവിടെയുള്ള ക്ഷീര കർഷകരാണുള്ളത്. അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് പശുക്കളാണ് എന്നുള്ളതാണ്. ഈ പശുക്കളെ അതിർത്തിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ബംഗ്ലാദേശിലെ കൊള്ളക്കാർ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. പോരാത്തതിന് ഈ പശുക്കളെ മേയാനും മറ്റും വിടുമ്പോൾ അത് ബംഗ്ലാദേശ് അതിർത്തി കടന്നു പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ആ പശുക്കളെ ബന്ദിയാക്കുന്ന സാഹചര്യമുണ്ട്. തിരിച്ചും സംഭവിക്കാറൊക്കെ ഉണ്ട്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. എന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ, അതായത് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി BSF അതിരൂക്ഷമായി നിരീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കൊള്ള സംഘം അപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് വന്ന് നമ്മുടെ BSF ജവാന്മാരെ ആക്രമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വ്യാഴാഴ്ച രാത്രി വൈകിയാണ് ഈ പശുക്കടത്തുകാരെന്നാണ് ഇവരെ BSF ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരാണ് BSFനെ ആക്രമിച്ചത്. എന്നാൽ സൈനികർ ഞൊടിയിടയിൽ തിരിച്ചടിക്കുകയും ഇവർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും നമുക്ക് കിട്ടുന്നു. 3 മൂർച്ചയുള്ള കുന്തങ്ങളും 10 കാളകളെയും കൊണ്ടാണ് ഇവർ വന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. BSF സംഘം ഈ എവിഡൻസുകൾ, അതായത് തെളിവുകൾ ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഖുദാദ അതിർത്തി പോസ്റ്റിലെ ഇന്ത്യൻ അതിർത്തി വേലിക്ക് സമീപമാണ് കന്നുകാലികളുമായി 3-4 കള്ളക്കടത്തുകാരെ രാത്രി വൈകി സൈന്യം കൈകാര്യം ചെയ്തത് എന്ന റിപ്പോർട്ട് വരുന്നു. ബംഗാൾ ഫ്രോണ്ടിയർ BSF വക്താവും CAG-യുമായ NK പാണ്ഡെ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ബംഗ്ലാദേശിൽ നിന്ന് കള്ളക്കടത്തുകാരെന്ന് സംശയിക്കുന്ന 3-4 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരിൽ പല ആൾക്കാരും മൂർച്ചയുള്ള ആയുധങ്ങളുമായിട്ടാണ് വന്നത്. ഇവരെ ചില ആൾക്കാർ അതിർത്തിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്നാണ് സൈനികർ വെടിയുതിർത്തത്. സ്ഥിതിഗതികൾ നിയന്ത്രണമാക്കുന്നതിനാണ് തങ്ങൾ വെടിയുതിർത്തത് എന്നാണ് BSF പറയുന്നത്. എന്തായാലും വെടിവയ്പ്പിന്റെ ശബ്ദം കേട്ട് ഗ്രാമവാസികളടക്കം പ്രദേശത്ത് തടിച്ചുകൂടി. കള്ളക്കടത്തുകാർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ലക്ഷ്യമായി ഓടി രക്ഷപ്പെട്ടു. തുടർന്നുള്ള BSF വേലിയുടെ ഇരുവശങ്ങളിലും പരിശോധിച്ചു എന്നും അറിയാനും സാധിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇവർ പ്രധാനമായും കൊണ്ടുവന്ന കാളകളെ BSF ജവാന്മാർ ബന്ദിയാക്കിയിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ സേനയുടെ കൊൽക്കത്ത സെക്ടറിന് കീഴിലുള്ള HD പൂറിലും നവാഡയിലും മാൾഡ സെക്ടറിലും ഇതുപോലുള്ള കള്ളക്കടത്ത് പല സമയങ്ങളിലായി നടക്കാറുണ്ടായിരുന്നു. അതെല്ലാം വിജയകരമായി തന്നെ BSF പരാജയപ്പെടുത്താറുമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം പശ്ചിമ ബംഗാളിൽ അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.